ഇതുവരെ ഉണ്ടാക്കിയതിൽ വച്ച് ഏറ്റവും ഭയാനകമായ ഗെയിമാണിത്. 1980കളുടെ തുടക്കത്തിൽ ഒറിഗോണിലെ പോർട്ട്ലാൻഡിലുള്ള ഒരു ചെറിയ ആർക്കേഡിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഈ ഗെയിമിന്റെ പേര് പോളിബിയസ് എന്നാണ്. ഒരു വെക്ടർ ഗ്രാഫിക്സ് ഗെയിമാണിത്. അതിൽ കളിക്കാരൻ ജ്യാമിതീയ രൂപങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടിവരും. അതേസമയം ശബ്ദങ്ങളും പാറ്റേണുകളും സ്ക്രീനിൽ മിന്നിമറയുന്നു. അർബൻ ലെജൻഡ് ഐതിഹ്യങ്ങൾ അനുസരിച്ച് പോളിബിയസ് റിഫ്ലെക്സുകളെ വെല്ലുവിളിക്കുക മാത്രമല്ല ചെയ്തത്, ഇത് തലവേദന, മൈഗ്രെയിൻ, അപസ്മാരം എന്നിവയുൾപ്പെടെയുള്ള ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമായി. ചില കളിക്കാരെ ആത്മഹത്യയിലേക്ക് പോലും നയിച്ചു. കറുത്ത വസ്ത്രം ധരിച്ച നിഗൂഢ മനുഷ്യർ പോളിബിയസ് മെഷീൻ പരിശോധിക്കാൻ ഇടയ്ക്കിടെ വരും. അതിനുശേഷം കുറിപ്പുകൾ എടുത്ത് ഒരു വാക്കുപോലും പറയാതെ പോകും. ഏതാനും മാസങ്ങൾക്ക് ശേഷം പോർട്ട്ലാൻഡിലെ എല്ലാ ആർക്കേഡുകളിൽ നിന്നും ആ മെഷീൻ നീക്കം ചെയ്തു. പിന്നീടൊരിക്കലും ആരും ആ ഗെയിം കണ്ടിട്ടില്ല. ആരോപിക്കപ്പെടുന്ന ഡെവലപ്പറുടെ പേര് സിന്നസ്ലോഷൻ ആണ് എന്നതാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം. സിന്നസ്ലോഷൻ എന്ന പദം ജർമ്മൻ ഭാഷയിൽ വിവർത്തനം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെ കെടുത്തിക്കളയൽ എന്നാണ്. ഇതെല്ലാം നടന്നത് സർക്കാർ മനഃശാസ്ത്രപരമായ രഹസ്യപരീക്ഷണങ്ങൾ നടത്തിവരുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും പലരും വിശ്വസിക്കുന്നത് പോളിബിയസ് വെറും ഒരു ഗെയിമല്ല, അതൊരു പരീക്ഷണമായിരുന്നുവെന്ന്. അതുകൊണ്ടാണ്